നമ്മളൊരു കാര്യം ചെയ്തിട്ട് അത് മറ്റുള്ളവർക്കൊരു ഉപകാരമായി എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ഇന്നലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു 2-3 മണിക്കൂറായിട്ടുണ്ടാവുള്ളൂ. അപ്പോക്കിന് തന്നെ ആലപ്പുഴയിൽ നിന്നൊരു ശീല ചേച്ചി വിളിച്ചു, അതുപോലെ നെടുമങ്ങാട് നിന്ന് ബീന ചേച്ചി വിളിച്ചു, കോഴിക്കോട് നിന്ന് ആമിനത്താത്ത വിളിച്ചു. ഞങ്ങളെല്ലാവരും ഇപ്പോൾ കട്ട് ചെയ്ത് റെഡിയായി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു രീതിയിൽ ഞങ്ങൾ നൈറ്റി ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഈ പൈപ്പിംഗ് നൈറ്റി മാത്രമേ ഉള്ളൂ, മോഡലില്ല എന്നൊക്കെ ചോദിക്കലുണ്ട് ഓരോരുത്തർ. അപ്പോൾ ഞങ്ങൾ എംബ്രോയ്ഡറി വെച്ച് കൊടുക്കാറാണ്. ഇനി ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു 4 മണി ആയപ്പോൾ ഇനി വിളിച്ചവരൊക്കെ പിന്നെയും വിളിച്ചിരുന്നു. ഇതെന്താ വീഡിയോ ഇവിടെ നിങ്ങൾ ഇന്ന് അതിന് അടിക്കുന്ന വീഡിയോ ഇന്ന് ഇടുന്നു വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കട്ട് ചെയ്തിട്ട് കാത്തിരിക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യണതിലൊരു ഫലമുള്ളത് നല്ല സന്തോഷമുണ്ട്. പ്ലീറ്റഡ് നൈറ്റി ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചിങ് രീതിയാണിത്. ഇനി സാധാ രീതിയിലുള്ള പ്ലീറ്റഡ് നൈറ്റിൻ്റെ ഫുള്ള് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ വീണ്ടും പിന്നെ ഒരിക്കലും അപ്ലോഡ് ചെയ്യാം. ഇത് അടിച്ചവരെല്ലാം അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. നിങ്ങൾക്ക് തോന്നാനുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് തന്നെ ചോദിക്കുക. അങ്ങനെ ആകുമ്പോൾ അങ്ങനെയുള്ള ഡൗട്ടായിട്ട് നിൽക്കണം എന്നാൽ കമൻ്റ് ഇടാനോ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനോ അറിയാത്ത ചിലരുണ്ടാവും, അവർക്കൊക്കെ അതൊരു ഉപകാരമാവും. വയനാട് നിലത്തെ ഷീജ ചേച്ചി അതാണ് പറഞ്ഞത്, കമൻറ്റ് വായിച്ചിട്ട് പല ഡൗട്ടുകളും ക്ലിയർ ചെയ്യാറുണ്ടായിരുന്നു എന്ന്. കട്ട് ചെയ്തപ്പോൾ കാണിച്ച 2 പീസാണിത്. ഈ ഒരു പീസ് നമ്മൾ ഒരുപോലെ 2 പീസ് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇന്നലെ ഒരാൾ ചോദിച്ചിരുന്നു, ഇത്താത്ത ഇത് അടയാളപ്പെടുത്തിയതിൻ്റെ അടിഭാഗത്തു നിന്നാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും അളവെടുത്തതിൻ്റെ ഒരിത്തിരി കുറച്ചിട്ടേ കട്ട് ചെയ്യാറുള്ളൂ. കാരണം നമുക്ക് അതിലൊരു തയ്യൽ തുമ്പും കാണണം. പിന്നെ അതുപോലെ തന്നെ ഇത്തിരി ഇപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുള്ള കാര്യം എന്താണെന്നറിയോ, കഴുത്ത് വെട്ടിയപ്പോൾ ഒരുപാട് അങ്ങ് കൂടിപ്പോയി, ഇനി അത് കുറക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൂടിയെന്ന് വരും. റൗണ്ട് കൂടിക്കഴിഞ്ഞാൽ പിന്നെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേച്ചിലും വളവിലും ആയി ആകെ വൃത്തിയേടാവും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അഥവാ ഒരു ഇത്തിരി കുറഞ്ഞു പോയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ അടിച്ചിട്ടൊക്കെ അത് ക്ലിയർ ചെയ്യാം. അപ്പോൾ എപ്പോഴും കഴുത്തെടുക്കുമ്പോൾ കുറച്ചിട്ട് തന്നെ എടുക്കാം. ഇത് നമ്മൾ ചുരിദാറിനൊക്കെ ചെയ്യുന്ന പോലെ ചുരിദാറിൻ്റെ കഴുത്തൊക്കെ നമ്മൾ ചെയ്യാറുള്ള പോലെ ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ 2 പീസ് തന്നെ ലൈനിങ് പീസ് പോലെ തന്നെ ഒരു പീസും കൂടെ വെച്ചിട്ട് ഇങ്ങനെ മറിച്ച് മടക്കി അടിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ പീസ് നമ്മൾ ഉൾഭാഗത്ത് നമ്മുടെ നെക്കുമ്മൽ നമ്മളെന്താ ചെയ്തിട്ടുള്ളത് 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പീസ് നമ്മളെന്ത് ചെയ്യുക, ഒരു 12 ഇഞ്ച് എടുക്കുക. 12 ഇഞ്ചിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷെ നമുക്ക് പിന്നെ അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീതിയും 10ആണ് നമ്മൾ ഈ നെക്കിന് എടുത്തിട്ടുള്ളത്. അതെന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ഇവിടെ ഈ നൈറ്റിമ വേറെ പീസൊന്നും ഉള്ളിൽ വെച്ച് കൊടുക്കണ്ട, ഇതിങ്ങനെ ഫ്രില്ലാക്കി ഇടുക. എന്ന് വെച്ചാൽ ഇത് 10 ഇഞ്ച് ഉണ്ട്, നമ്മളത് ഫ്രില്ല് ചെയ്ത് 5 ഇഞ്ചാക്കിയിട്ട് മാറ്റണം. 2.5 ഇഞ്ചാണ് വേണ്ടത്. അങ്ങനെ ഫ്രില്ല് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യുക, 5 ഇഞ്ചാക്കിയിട്ട് മാറ്റുക. നമ്മൾ ആ പീസിലല്ല, ആ പീസിൽ വെച്ച് കൊടുത്തിട്ടും വേണമെങ്കിൽ ചെയ്യുക. പക്ഷെ അതിനേക്കാളും ആദ്യമായിട്ട് ഒക്കെ തുടങ്ങുന്നവർക്ക് എന്ത് ചെയ്യുക, ഇതാണ് ഏറ്റവും എളുപ്പം, ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആ പീസ് വെച്ചെടുത്തിട്ട് പീസ് ഇങ്ങനെ ബാക്ക് ഭാഗത്ത് വെച്ചെടുത്ത് ടൈമിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി എളുപ്പത്തിന്. പക്ഷെ അതൊക്കെ നമ്മൾ ഒന്നും കൂടി എക്സ്പേർട്ട് അതിൻ്റെ ശേഷം ചെയ്താൽ മതി. ഇനി അതങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തു. നമ്മൾ ഈ കഴുത്ത് അടിച്ചതിൻ്റെ ഫസ്റ്റ് ഭാഗം നമ്മളെന്ത് ചെയ്യുക, ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മളിത് ഈ ഒരു പീസ് നൈറ്റി ആ ഫ്രില്ല് ചെയ്ത് വെച്ചാൽ അതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് നോക്കുക. അത് ഒരുപാട് ഓവർ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, ഇവിടെ ഈ അടിഭാഗം കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ മറിച്ചും തിരിച്ചൊന്നും അടിച്ച് കൊടുക്കണില്ല, ഇങ്ങനെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് ഓവറായിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി കൊടുക്കുക. ഈ ബ്ലാക്ക് പീസുമേലാണ് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി കൊടുക്കുക. ഒരുപാട് ഓവർ ആ ബ്ലാക്ക് വേണ്ട, സിമ്പിളായിട്ടാണ് നല്ലത്. പിന്നെ ഒരുവിധം എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്താൽ മതി, ഇത് 1 ഇഞ്ച് ഇങ്ങനെ പാകത്തിലാക്കി വെച്ച് കൊടുത്താൽ മതി. ഇതിന് ഒരുപാട് ഷോൾഡർ കിട്ടൂല. അപ്പോൾ ആ ഷോൾഡർ നമ്മളെന്ത് ചെയ്യുക, ഈ ഒരു പീസുമ്മൽ എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ നമ്മളെന്ത് ചെയ്യുക, ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിന്മേൽ തന്നെ മടക്കി വെച്ച് കൊടുത്താൽ മതി. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ അടിക്കണോലാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഈ ബ്ലാക്ക് പീസിൻ്റെ അരികു ഭാഗങ്ങളൊക്കെ നിങ്ങളൊരടി മടക്കി അടിച്ചിട്ട് ഒരടി മടക്കി അടിച്ചിട്ട് അവിടെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ചുക്കി ചുളിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊഞ്ഞനം കാട്ടേണ്ട മോന്തിയിലായിട്ട് വരും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ആ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴേ വീണ്ടും അതിന് ആൾക്കാർ വരുള്ളൂ. ഈ ഒരു നൈറ്റി എനിക്ക് നല്ലതായി. ഇത്രയും ഭാഗം ഞാൻ ഇതിമെന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയതുണ്ട്. ഞാനത് ആ ടൈമിൽ ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയി. ഈ അടിഭാഗത്തുനിന്ന് ഞാൻ ഒഴിവാക്കിയതാണ്. 12 ഇഞ്ച് ഞാനിത് എടുത്തിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇനി അഥവാ കുറവാണെങ്കിൽ കുറവാക്കാം,
ചിലപ്പോൾ കഴുത്തിൻ്റെ ആ ഭാഗത്ത് നമ്മൾ വെട്ടി എന്തെങ്കിലും ക്ലിയർ കേടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, എക്സ്ട്രാ പീസ് പോവും. അപ്പോൾ നമുക്കിവിടെ എത്താത്തൊരവസ്ഥ വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ കട്ട് ചെയ്ത ഭാഗം വിട്ടുപോയി. ഇനി നമുക്ക് ഇതിലങ്ങനെ പതിച്ചടിച്ച് വെക്കുക. ഇതിൻ്റെ അടിഭാഗം അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഫ്രില്ലിൻ്റെ ഭാഗത്ത് അടിക്കുമ്പോൾ അത് ആ ക്ലിയറോടെ തന്നെ അടിച്ച് വെക്കണം. ഇപ്പോൾ കൂടുതലും ആളുകൾ ചോദിച്ചു വരുന്നത് ഇതാണ്. കാരണം ഈ ഒരു പ്ലീറ്റഡ് നൈറ്റിക്ക് ഒരുവിധമൊന്നും കൈ കിട്ടാത്തതുകൊണ്ട്, കൈ കിട്ടണമെങ്കിൽ തന്നെ 3.20 ബിറ്റ് എടുക്കാറാണ് ഒരുവിധം പേരൊക്കെ. അപ്പോൾ കുറച്ചും കൂടെ എക്സ്ട്രാ ചാർജും കൂടെ ആവും. പക്ഷേ ഈ 290 ആ റേറ്റിന് തന്നെ ഇത് കിട്ടുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമാണ്. ഒരുപാട് പേര് ഇപ്പോൾ അത് ചോദിച്ചു വരുന്നുണ്ട്. ഇനി ഇത് ബ്ലാക്ക് പീസ് ആവണമെന്നൊന്നുമില്ല. ബ്ലാക്ക് പീസ് ആകുമ്പോൾ ഒന്നും കൂടെ എടുത്ത് കാണിക്കും. ഇനി ഇതുപോലെ ഈ റോസിലേക്ക് മാച്ച് ചെയ്യണ ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല. ഇതാവുമ്പോൾ ബാക്ക് പീസും കൂടി ഫ്രില്ല് ചെയ്യണ രീതിയിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കുക. ചേച്ചിമാർക്കൊക്കെ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത്തമാർക്ക് ചിലപ്പോൾ ചെയ്ത് കൊടുക്കും. നമ്മൾ ഈ നൈറ്റിക്ക് നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നൈറ്റിൻ്റെ പീസ് ബാക്കി വരുന്നത് ഒരിത്തിരി പോലും ആരും ഒഴിവാക്കരുത്. ചെറിയ പീസാണെങ്കിൽ ഒഴിവാക്കാം. ചേച്ചിമാർക്കൊക്കെ അടിക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ കൈഭാഗത്തിൻ്റെ ഒക്കെ ബാക്കി ഉണ്ടാവും. അതുപോലെ ഹൈറ്റ് കുറവുള്ളവർക്ക് അടിഭാഗത്തിൻ്റെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യുക, അതൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ ചുളിച്ച് മടക്കാതെ എടുത്ത് വെക്കുന്ന എന്താണെന്നറിയോ, വേറെ ഏതെങ്കിലുമൊക്കെ അതുപോലെയുള്ള പീസുകൾ അതിനോട് മാച്ച് ചെയ്യണ വിറ്റുണ്ടാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കഴുത്തും അതുപോലെ കൈഭാഗത്തൊക്കെ വെച്ച് കൊടുത്താൽ അതൊരു വെറൈറ്റി ആയി. ചിലർക്കൊക്കെ ഫ്രണ്ട് ഓപ്പൺ ആക്കിയിട്ട് വെച്ച് കൊടുത്താൽ നല്ല സന്തോഷമാണ്. ഇവിടെ ഒരു രാജി ചേച്ചി ഉണ്ട്. ആ ചേച്ചി എന്നോട് പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മോഡൽ. അപ്പോൾ ഞാൻ എന്തെങ്കിലും അങ്ങനെ പറയുമ്പോൾ നമുക്കത് നമ്മളെ ഉത്തരവാദിത്തം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി പരീക്ഷിച്ചിട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഇതെന്താ വെച്ചാൽ ആ ചേച്ചി നൈറ്റി ഇടുന്നത് കണ്ടിട്ട് എല്ലാവരും വന്നിട്ട് ആ ചേച്ചീൻ്റെ വീട്ടിലൊക്കെ ഇട്ട് പോകുമ്പോൾ എനിക്കും ഇങ്ങനെ അടിച്ചു തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ അത് ബിസിനസ്സായി. ഇങ്ങനെ നമ്മൾ തയ്ക്കുമ്പോൾ ഷോൾഡറിൻ്റെ ഈ ഭാഗമൊക്കെ കട്ട് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനൊന്നും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്ക് പീസിൻ്റെ കൈൻ്റെ വലിപ്പത്തിനേക്കാളും ഫ്രണ്ട് പീസിൻ്റെ കൈ വലിപ്പം കൂടും. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, ഇതിന് ഫ്രണ്ട് പീസിൻ്റെ കൈഭാഗത്ത് നമുക്ക് ഈ അടിയിലെ ഭാഗത്ത് എന്ത് ചെയ്യുക, ഒരു 3 ഫ്രില്ലിട്ട് കൊടുക്കുക. ഇത് കൈയിൻ്റെ പീസുകളാണ്. ഈ ബാക്ക് പീസിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി വെച്ച ഈ പീസാണ്. ഇതാണ് നമുക്ക് കൈയിന് കിട്ടുക. 15-16 ഇഞ്ച് വരെ ഈ ഒരു പീസ് നമുക്ക് കിട്ടും. കാരണം ബാക്ക് കഴുത്തിനുള്ള പീസൊക്കെ നമ്മൾ ആ 10 ഇഞ്ച് ഫ്രണ്ട് പീസിൽ നിന്ന് വെട്ടിയെടുത്ത ആ ഒരു ഇത് നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് അവിടെ ഈ ബ്ലാക്ക് പീസ് വെച്ചതുകൊണ്ട് അത് ഒഴിവാണ്. അത് വെച്ചിട്ട് നമുക്ക് ഈ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ഫ്രില്ലിട്ടിട്ട് ഒരു കെട്ടും വെച്ച് കൊടുക്കുക. അത് ഇതാണിത്. അതുപോലെ നമുക്ക് ബാക്ക് പീസിനുള്ള ക്രോസ് പീസ് വന്നെടുക്കുക. ഈ ഒരു നൈറ്റിക്ക് നമ്മൾ ക്രോസ് പീസ് ആക്കിയിട്ട് തന്നെ ബാക്ക് കഴുത്ത് വെട്ടണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ലെവൽ കിട്ടുള്ളൂ. നമ്മൾ നേരെയുള്ള പീസ് അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇതിനൊരു ചുളിച്ചിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് തന്നെ വെട്ടുക. ഒരു ഇത്തിരിയും ബാക്കി ഉണ്ടാവില്ല ഇതിൽ. ക്രോസ് പീസിന് ഒരുപാട് ബുദ്ധിമുട്ടാണൊന്നുമില്ല. ആദ്യം ചെറിയൊരു ഭാഗം കൂടി വെട്ടി ഒഴിവാക്കി എന്നിട്ട് അങ്ങനെ വളച്ച് വെട്ടി കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ കയ്യിന് വെട്ടുന്ന പോലെ ഇങ്ങനെ ഈ ചെരിച്ച് വെട്ടി കൊടുത്താൽ അത് തന്നെ ക്രോസ് പീസായി. ഈ ചെറിയ പീസൊക്കെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് ഫ്രില്ലിടാനും അതുപോലെ ആ ഫ്രില്ലിന് ഒരു ചെറിയൊരു ചരട് പോലെ ഒരു കയറ് വേണ്ട, അതിനും കൂടി ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ചിലർക്ക് നൈറ്റി അത്രയും ഇറക്കം വേണ്ടാത്തവർക്കൊക്കെ അടിഭാഗത്ത് ചിലപ്പോൾ ബ്ലാക്ക് പീസൊക്കെ ഉണ്ടാവും. അതൊക്കെ എടുത്ത് വെക്കുക. അത് നമുക്ക് പൈപ്പിംഗ് ആക്കിയിട്ടും അതുപോലെ ചിലർക്ക് പൈപ്പിങ്ങിനേക്കാളൊക്കെ രസമാണ് ചിലപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഒരു പൈപ്പിംഗ് പോലെ തുണി കൊണ്ട് ചെയ്ത് കൊടുക്കുന്നത് എലാസ്റ്റിക് നൈറ്റിക്കൊക്കെ. അപ്പോൾ എലാസ്റ്റിക് നൈറ്റിയുടെ കട്ടിങ് ഇട്ടിരുന്നു, സ്റ്റിച്ചിങ് വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് ശ്യാമള ചേച്ചി വിളിച്ചിരുന്നു കൊല്ലത്തുനിന്ന്. അവർക്ക് വേണ്ടിയിട്ട് 2 ദിവസം കൊണ്ട് അത് അപ്ലോഡാക്കാം. അതെടുത്ത് വെച്ചിരുന്നു. പക്ഷേ അതിൻ്റെ മോള് ഫോണൊന്ന് സെറ്റപ്പാക്കി ട്രിപ്പ് പോയ ടൈമിൽ അവളുടെ ഒരു കുറുമ്പണി. അപ്പോൾ ആ ഫോൺ നന്നാക്കാൻ കൊടുത്തിക്കുകയാണ്. അത് കിട്ടിയിട്ട് വേണം അതിലുണ്ടെങ്കിൽ അത് ഇടാം, അതല്ലെങ്കിൽ പിന്നെ വേറെ ഒന്ന് അടിച്ചിട്ട് അതിടാം. ഇതായിപ്പോൾ ഇങ്ങനെ ഈ ബ്ലാക്ക് പീസും ഈ റോസ് പീസും കൂടി ആക്കിയിട്ട് ഇതിങ്ങനെ എടുത്ത് കൊടുത്തതുകൊണ്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് ഇതൊരു നല്ല ഭംഗിയായി. പ്ലീറ്റഡ് നൈറ്റിക്ക് ഇതുപോലെ ഷിബ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണമല്ലോ. അങ്ങനെയുള്ളതിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഫ്രില്ലിന് 10 കൊടുക്കണോടത്ത് 15 കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ ഫ്രില്ല് ഇറങ്ങും. അപ്പോൾ ഒരു ആലിയ കട്ടിൻ്റെ ഒരു ലുക്കിലേക്ക് വരും. ഷിബ് വെക്കാതെയാണ് കൂടുതലും രസം. ഇനി അത്രയ്ക്ക് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഷോൾഡർ ഭാഗത്ത് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ചുരിദാറിനൊക്കെ ചെയ്യണ പോലെ ഷോൾഡർ ഭാഗത്ത് ഓപ്പൺ ആക്കിയിട്ട് അവിടെ ചെറിയ ഷിബ് വെച്ച് കൊടുത്താൽ മതി.
അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഇതുപോലെ കൈ കൂട്ടുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യണോലാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ മൊത്തത്തിൽ കൂട്ടുമ്പോൾ എന്ത് ചെയ്യുക, അടിഭാഗത്തുനിന്ന് തുടങ്ങാം കേട്ടോ. ഇനി അഥവാ കൈഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൈക്കുഴിയുടെ ഭാഗം, അക്ഷത്തിൻ്റെ ഭാഗത്ത് ആ കൂടി ചേരുന്ന ആ ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് തന്നെ ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു ഏറ്റക്കുറച്ചിലായിട്ട് വരും നൈറ്റി. ആ ഏറ്റക്കുറച്ചിൽ ഇനിയിപ്പോൾ അടിഭാഗത്ത് വന്നിട്ട് നമ്മൾ കുറച്ചത് കട്ട് ചെയ്ത് ഒഴിവാക്കിയെന്ന് വെച്ചോ, എന്നിട്ട് നമ്മൾ ക്ലിയർ ആക്കിയിട്ടാണ് അടിച്ചതെന്ന് നമ്മൾ വെച്ചാലും എന്ത് ചെയ്യും, മുൻഭാഗവും ബാക്ക് ഭാഗവും ഇങ്ങനെ പൊന്തിയും താഴ്ന്നും കൊണ്ട് നിൽക്കും. പ്ലീറ്റ് ആണെങ്കിൽ കൂടി നമ്മൾ ഷോൾഡർ ഭാഗം കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിനങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യാനുള്ളൊരു അവസരം വരണില്ല. പക്ഷെ എന്നാലും എന്ത് ചെയ്യുക, നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം കൂട്ടുമ്പോൾ 1 ഇഞ്ച് ചെരിച്ചിട്ട് കട്ട് ചെയ്യേണ്ട, 1 ഇഞ്ച് ചെരിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന നിൽക്കും. ഒരുപാട് പേരുടെ കംപ്ലൈൻ്റാണ് ഷോൾഡർ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും മുൻഭാഗത്തേക്കും താഴ്ഭാഗത്തേക്കും പോവാണ്. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതുപോലെ കഴുത്ത് ഒരുപാട് ഓവറാവരുത്. 2.5 ഇഞ്ച് എടുത്താൽ മതി കഴുത്ത്. അത് നമ്മൾ തയ്യൽ തുമ്പും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അത് 3 ആയിട്ട് വരും. പലരും എന്ത് ചെയ്യും, 3 3.25 എടുക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊരു 4 ആവും. അപ്പോൾ കഴുത്ത് ഇങ്ങോട്ട് വാരുമ്പോൾ അങ്ങോട്ട് പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുമ്പോൾ അതിൻ്റെ ആ രസം പോവും. അതുപോലെ തന്നെ കഴുത്ത് തീരെ ഇറക്കില്ലാഞ്ഞാലും മുകൾ ഭാഗത്തേക്ക് കയറും. ഒരു അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ ഒരു 6 എന്തായാലും വേണം. ഇനി മെലിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ 5 എടുക്കുക. 6 എടുക്കേണ്ട ടൈം ആകുമ്പോൾ നമ്മൾ 5.5 എടുക്കാൻ പാടുള്ളൂ. ഉള്ളിൽ തയ്യൽ തുമ്പ് വരുമ്പോൾ അത് 6 ആയിട്ട് മാറും. അതുപോലെ 5 വേണ്ടവർക്ക് നമ്മൾ 4.25 എടുത്താൽ മതി. 4.25 4.5 എടുത്താൽ മതി. പരമാവധി കുറച്ച് തന്നെ എടുക്കുക എപ്പോഴും. എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുക, കൂടിയാലാണ് നമുക്ക് പിന്നെ പീസൊക്കെ വെക്കുമ്പോൾ അതൊരു വൃത്തികേടാവും. പഴയ നൈറ്റിയുടെ നെക്ക് ആദ്യം ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കുക, എന്നിട്ട് അത് സേഫ്റ്റി പിന്നോണ്ടൊന്ന് അയക്കുക. എന്നിട്ട് ആ കുറച്ച് അയച്ചതൊരു ഫോട്ടോ എടുക്കുക, എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഫോട്ടോ നോക്കുക. അതന്നെ അങ്ങനെ ചെയ്താൽ തന്നെ മതി നൈറ്റിയുടെ നെക്ക് നമുക്ക് കംപ്ലീറ്റ് ക്ലിയർ ആവാനായിട്ട്. 3 മാസം മുന്നേ എൻ്റെ കയ്യിൽ നിന്ന് 15 നൈറ്റി എടുത്തിട്ട് ഒരു കൊച്ചിക്കാരിയുണ്ട്, ജിഷ. അവൾ ഇതുവരെ ഒറ്റ പീസും തൊട്ടിട്ടില്ല എന്നാണ് പറഞ്ഞു. ഇന്നിപ്പോൾ വിളിച്ചിട്ട് ഇപ്പോൾ ആദ്യത്തിനേക്കാളും നല്ല ഭംഗിയുള്ള ബിറ്റൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ ബിറ്റൊക്കെ എന്തായി? അതൊക്കെ അതുപോലെ അവിടെ ഉണ്ട്. ഞാനങ്ങനെ പഴയതിൽ വെട്ടി ഒന്നും ആയില്ല, ആകെ കുളമായിട്ട് നിൽക്കുക. ഏതെങ്കിലും ഒരുവിധമൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മുന്നേ വിളിച്ചിരുന്നു, ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എംബ്രോയ്ഡറിനൊക്കെ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കട്ടെ ഞാൻ, എന്നിട്ട് കുളമാവോ എന്ന് എനിക്ക് പേടിയാവണ്. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഒരു പേടി. ഒരു ബിറ്റ് ഞാൻ കട്ട് ചെയ്തൊക്കെ കൊടുത്തതായിരുന്നു, അതുപോലെ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് അവിടെ. എന്നിട്ടും പേടി. അത് വെച്ചിട്ട് ഇപ്പോൾ അത് മുകളിൽ വെച്ചിട്ടാണൊന്ന് കട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞ്. ഇനി അടിക്കോ ഇല്ലേന്ന് കാണാം. പോയാൽ ഇനിയിപ്പോൾ ഒരു ബിറ്റല്ലേ കേട് വരുള്ളൂ എന്നുള്ള രീതിയിലാണ്ട് നിൽക്കുക. എന്തെങ്കിലുമൊക്കെ ഒന്ന് നഷ്ടം സഹിക്കാതെ ഇപ്പോൾ ആർക്കെങ്കിലും എല്ലാം ആവാൻ പറ്റും എന്ന് വെച്ചിട്ട് നഷ്ടം സഹിച്ചാൽ മാത്രമേ നല്ല രീതിയിലാവുള്ളൂ എന്നില്ല കേട്ടോ. അടുത്ത ബിറ്റ് ബാക്കിയുണ്ട്, മാറ്റിത്തരുമോ എന്ന് ചോദിച്ചിട്ട് ആരും വിളിക്കണ്ട കേട്ടോ. കാരണം നമുക്ക് ഒരിക്കൽ ഇവിടെ ഓടിയ തുണി പിന്നെ ഒരിക്കലും ഓടൂല. പിന്നെ ചിലർ വന്നിട്ട് ചോദിക്കും അന്നത്തെ അതുണ്ടോ, അപ്പോൾ പിന്നത്തിലെടുക്കണ പോലെയല്ല. അത് നിങ്ങളത് ഒക്കെ കൊടുത്ത് ബാക്കി വരുന്നത് കൊണ്ടുവന്നിട്ട് ഞാനെന്താ ചെയ്യുക? നിങ്ങൾക്ക് ഫോട്ടോസ് വിട്ടുതരുന്നുണ്ട്, നേരെ കാണുന്നുണ്ട്, ചിലർ വീഡിയോയിൽ കാണണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയും കണ്ടിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. ഞാൻ തന്നെ എനിക്കിന്നപ്പോൾ ഒരുപാട് തവണ പോവണ്ട, ഒറ്റ തവണ ഒന്നായിട്ടാണ്ട് എടുത്താൽ പോരെ. ഞാൻ എടുക്കാത്തതിൻ്റെ കാരണം അതാണ്, ഒന്നായിട്ട് എടുത്തിട്ട് അത് വെറുതെയാണ്. അപ്പോൾ ഒരിക്കൽ കണ്ടത് ഇതന്നെയല്ല ഇപ്പം നാളൊന്നും ചോദ്യത്തിന് ഞാൻ ഇടവരുത്താറില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചായിട്ട് എനിക്ക് വേണ്ട പീസുകൾ എടുക്കാറുള്ളത്. ഡൗട്ടൊക്കെ കമൻറ്റിൽ കാണാം. നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ് ചെയ്യാതെയാണ് കണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡൗട്ടുകളൊക്കെ കമൻ്റായിട്ട് തന്നെ ചോദിക്കുക. അതാവുമ്പോൾ മറ്റുള്ളവർക്കും കൂടി അത് ക്ലിയർ ചെയ്യാനുള്ളൊരു അവസരമാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇനിയൊരു വീഡിയോസായിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.